ഹിന്ദു മഹാസംഗമം സംഘടിപ്പിച്ചു. കുണ്ടറ ഇളമ്പള്ളൂരിലാണ് ഹിന്ദു മഹാസംഗമം നടത്തിയത്. അമൃതപുരി അമൃതാനന്ദമയി മഠം സ്വാമി വിശ്വേശ്വരാമൃത ചൈതന്യ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് ആദരവും സംഘടിപ്പിച്ചു. ഇളമ്പള്ളൂർ ഹിന്ദു മഹാസംഗമം അമൃതപുരി അമൃതാനന്ദമയി മഠം സ്വാമി വിശ്വേശ്വരാമൃത ചൈതന്യ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഒരു മഹാപ്രസ്ഥാനം രൂപം കൊണ്ടിട്ട് 100 വയസ്സ് തികയുന്ന ഈ വേളയിൽ സംഘടിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗമ വേദിയിലാണ് നാം എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. ലോകം മുഴുവൻ ഇന്ന് ഹിന്ദു ധർമ്മ അവലംബികളുണ്ട്. പ്രാചീന കാലത്ത് ഹിന്ദുധർമ്മം ലോകത്തെ ഏറ്റവും പ്രചാരമുള്ള ഒരു ധർമ്മമായിരുന്നു. ഈ ധർമ്മത്തിന്റെ ജന്മഭൂമി ഭാരതമാണ്. ഹിമാലയത്തിന് തെക്ക് കന്യാകുമാരി മുതൽ വരെയുള്ള സ്ഥലം, സിന്ധുവും ഗംഗയും ഒഴുകുന്ന ഭൂമി, ഹിമവാനും വിന്ധ്യനും സഖ്യനും തലയുയർത്തി നിൽക്കുന്ന ഭൂമി, ശങ്കരാചാര്യർക്ക് ജന്മം നൽകിയ കേരളം മുതൽ ശൈവ ദർശകത്തിന്റെ ഈറ്റില്ലമായ കാശ്മീർ വരെ, ദ്വാരക സ്ഥിതി ചെയ്യുന്ന ഗുജറാത്ത് മുതൽ ശക്തിപീഠമായ കാമാഖ്യ വരെ സ്ഥിതി ചെയ്യുന്ന ആസാം വരെ വ്യാപിച്ചു കിടക്കുന്ന ഭാരതത്തിലാണ് വേദ ഇതിഹാസങ്ങളും പുരാണങ്ങളും യോഗ തന്ത്രാദി ഉപാസനകളും ഒക്കെ തളിരിട്ടതും തഴച്ചു വളർന്നത്. RSS ദക്ഷിണ പ്രാന്ത സഹപ്രചാർ പ്രമുഖ എം സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി. ഒരു പട്ടി ശത്രു എന്ന് പറയുമ്പോഴും അതിന്റെയും ആംഗിൾ വിളിച്ചു പറയുന്നു ഹിന്ദു വർഗീയത കൊണ്ടാണ്. ഹിന്ദു 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 എന്ന വാക്കിനെ ഒരുപക്ഷെ ഞാനും നിങ്ങളും ഓരോ ദിവസവും നമ്മുടെ പത്രമാധ്യമങ്ങളിൽ കൂടി, ദൃശ്യമാധ്യമങ്ങളിൽ കൂടി, ബുദ്ധിജീവി ജാട കവി കലാകാരന്മാരിൽ കൂടി, രാഷ്ട്രീയ ശുനകന്മാരിൽ കൂടി ആ ഭാഷ പ്രയോഗിക്കുവാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. വർത്തമാനകാലത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ അതായതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ പ്രയോഗിക്കുന്നു. ഓരോ ദിവസവും ഹിന്ദു എന്ന് പറയുന്ന വാക്കിനെ എത്രത്തോളം അവമതിക്കാം, എത്രത്തോളം അധിക്ഷേപിക്കാം, എത്രത്തോളം പരിഹസിക്കാം എന്നുള്ള ഭാവത്തില് ഓരോരുത്തരും നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടു തന്റെ ജീവിതം കൊണ്ട് ഒരുപക്ഷെ ഹിന്ദു ധർമ്മത്തോട് ചെയ്ത മഹാപാതകത്തിന് പരിപക്വം ചെയ്തുകൊണ്ട് ആനന്ദവനത്തെ പോലുള്ള സ്വാമിജിമാര് കേരളത്തിന്റെ മണ്ണിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ നിലാനദിയുടെ കരയിലെ കേവലം 500 പേർക്ക് വേണ്ടി മാത്രം പ്രതിദിനം സംഘടിപ്പിക്കപ്പെട്ട പരിപാടി. ഒരു ദൃശ്യമാധ്യമ സുഹൃത്തുക്കളുടെയും, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ദീപക്കൊക്കെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്, ഒരു ദൃശ്യമാധ്യമ സുഹൃത്തുക്കളുടെയും സഹായമില്ലാതെ, ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയുടെയും വായ് തോരണികളില്ലാതെ വൻപിച്ച പരിപാടിയാക്കി മാറ്റുവാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ വിരാട ഹിന്ദു സ്വരൂപം ഉണർന്നു കഴിഞ്ഞു എന്നുള്ളതിന്റെ ലക്ഷണമാണ് നാം ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറവർ മഹാസഭാ ബോർഡംഗം ബി ഷൺമുഖൻ, പാണൻ സമുദായ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി, സാംബവ മഹാസഭ താലൂക്ക് യൂണിയൻ സെക്രട്ടറി ആർ സോമരാജൻ, വേടർ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് CK സുന്ദർദാസ്, NSS താലൂക്ക് യൂണിയൻ അംഗം G തുളസീധരൻ പിള്ള, തണ്ടാർ മഹാസഭ താലൂക്ക് യൂണിയൻ മുൻ സെക്രട്ടറി B മുരളീധരൻ, വിശ്വകർമ്മ മഹാസഭ ശാഖാ സെക്രട്ടറി PR ബിജു, KPMS സംസ്ഥാന സമിതി അംഗം G ശർമ്മ, SNDP യോഗം ശാഖാ സെക്രട്ടറി J ഹരിദാസൻ എന്നിവരെ ആദരിച്ചു. നിരവധിയായിട്ടുള്ള സമര പോരാട്ടങ്ങളും ആധ്യാത്മികമായ സംഗമങ്ങളും നടക്കുകയുണ്ടായിട്ടുണ്ട്. ഈ 2026 ഫെബ്രുവരി മാസം 22-ാം തീയതി രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന ഒരു പ്രസ്ഥാനം 1925 മഹാരാഷ്ട്രയിലെ നാഗപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് രൂപീകൃതമാകുകയും ആ സംഘടനയുടെ 100 വർഷം പൂർത്തീകരിക്കുന്ന അവസരത്തിൽ ഈ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് എന്താണ് തടസ്സം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്ര പുരോഗതിക്ക് ഭിന്നമായ രീതിയിൽ നിൽക്കുന്ന വിഭിന്നമായ ആശയങ്ങളുമായി ജാതി മത വർണ്ണ വ്യത്യാസങ്ങളിലൂടെ ജനങ്ങൾ അകന്നു നിൽക്കുന്നതാണെന്നുള്ള കാരണം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.